ഭവനത്തിന്റെ ഉള്ളറയിൽ നിരാശപ്പെടുന്ന വ്യക്തിയാകട്ടെ, ആരും അറിയാതെ നിർജ്ജന പ്രദേശത്ത് കിടക്കുന്ന വ്യക്തിയാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠനത്തിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട സുവിശേഷ ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം. ഇതര 3 സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി വളരെ കൃത്യമായി നമ്മളോട് പങ്കുവെക്കുമ്പോൾ എഴുതി ആരംഭിക്കുന്ന ശൈലികൾ തികച്ചും വിഭിന്നമാണ്. മത്തായി എഴുതി ആരംഭിക്കുന്നത് യേശുവിന്റെ വംശാവലിയെ മുൻനിർത്തിക്കൊണ്ടാണ്. ലൂക്കോസ് ഇച്ചിരി കൂടെ ഗഹനമായി പറയുന്നത് യേശുവിന് മുമ്പ് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകന്റെ ജനന സംബന്ധമായ മേഖലകളെ തൊട്ടുണർത്തി അദ്ദേഹത്തിന്റെ പ്രേക്ഷിത ദൗത്യം തുടങ്ങിയുള്ള ഭാഗങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ്. യോഹന്നാൻ ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം വളരെ കൃത്യതയോടെ നമ്മളോട് പങ്കുവെക്കുന്നു. എന്നാൽ മാർക്കോസ് വളരെ ദ്രുതഗതിയിൽ യേശുക്രിസ്തുവിന്റെ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അദ്ദേഹം എഴുതി ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ രംഗപ്രവേശനമാണ് എങ്കിലും ക്രിസ്തമായ വാക്കുകളിൽ അതിനെ അവതരിപ്പിച്ചിട്ട് യേശുവിന്റെ പ്രേക്ഷിത ദൗത്യത്തിന്റെ വിവിധ തലങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ അദ്ദേഹം വളരെ അധികമായി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിന്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നത് ഉപവാസത്തിലൂടെ, അല്ലെങ്കിൽ സ്നാനത്തിന് ശേഷമുള്ള മരുഭൂമിയിലെ ഉപവാസം. അതിനുശേഷം യേശു നേരെ വരുന്നത് ഗലീല കടപ്പുറത്തേക്കാണ്. അവിടെ നിന്ന് നേരെ യേശു ചെല്ലുന്നത് ഒരു പള്ളിയിലേക്കാണ്. പള്ളിയിൽ നിന്ന് പിന്നെ ചെല്ലുന്നത് മർക്കോസ് വളരെ കൃത്യമായി പറയുന്നത് പത്രോസിന്റെ വീട്ടിലേക്ക് എന്നാണ്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് യേശു അവിടെ നിന്നൊരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. ജീവിതത്തിന്റെ വിവിധ തലങ്ങളെയാണ് യേശു കടന്നു ചെന്ന ഈ വിവിധ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊഴിൽ സംബന്ധമായ മേഖലയാകട്ടെ, ആത്മീയ തലമാകട്ടെ, ഇനി വീട്ടിലെ പ്രശ്നമാകട്ടെ, നിർജ്ജനമായ ഒരു സാധ്യതകളുമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരാലും ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കുന്ന ഒരു മേഖലയാകട്ടെ, എല്ലാ മേഖലകളിലേക്കും യേശു കടന്നു വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ 1-ാം അധ്യായത്തിലൂടെ മർക്കോസ് നമ്മളോട് പങ്കുവെക്കുകയാണ്. യേശുവിന്റെ പ്രഥമ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗം 1-ാം അധ്യായം 15-ാം വാക്യമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. സുവിശേഷം എന്താണ്? സുവിശേഷം നല്ല വാർത്തയാണ്. അയ്യോ, ഇന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും നല്ല വാർത്തയല്ല. പീഡനത്തിന്റെ വാർത്തകൾ, കൊലപാതകത്തിന്റെ വാർത്തകൾ, ലഹരിയുടെ വാർത്തകൾ, കൊട്ടേഷൻ സംഘങ്ങളുടെ വാർത്തകൾ, എത്രയോ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും. ഈ അടുത്തിടെയുള്ള 1-2 മാസത്തെ വാർത്തത്താളുകൾ, ഒരു ദിവസം പോലും ഒരു നല്ല വാർത്ത കേൾക്കാൻ നമുക്ക് കഴിയാത്ത വിധം കൊലപാതകത്തിന്റെ വാർത്തകൾ അരങ്ങേറുകയാണ്. ഇതിൽ ഏറെക്കുറെ ചിന്തിക്കണം പ്രിയരെ, ഏറെക്കുറെ നടത്തപ്പെട്ടിരിക്കുന്ന വാർത്തകളെല്ലാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധം മാതാപിതാക്കളെ, സഹോദരങ്ങളെ കൊന്നൊടുക്കിയ വാർത്തകളാണ്. കണ്ടില്ലേ, ആഷിഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയെ രോഗാവസ്ഥയിൽ കിടന്ന മാതാവിനെ വെട്ടിക്കൊന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇവിടെ നമ്മൾ കണ്ടു വെഞ്ഞാറുമൂട്ടിലെ കൊലപാതകം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വലിയ വാർത്തയായിരുന്നു. 5 പേരെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കൊന്നൊടുക്കിയ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ തുടങ്ങി എന്തുമാത്രം വാർത്തകൾ ഇന്നലെ നമ്മൾ കേട്ടില്ലേ, വേദനിപ്പിക്കുന്ന വാർത്തകൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൊണ്ട് നമ്മുടെ സമൂഹം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ബഹുമാനികളെ ഞാൻ പറയുന്നു, മാനവകുലത്തിന് രക്ഷ പ്രാപിക്കാൻ, മാനവകുലത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും സനാതനമായ ഉന്നതമായ വാർത്തയാണ് സുവിശേഷം എന്നുള്ളത്. അതൊരു നല്ല വാർത്ത തന്നെയാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്തെങ്കിലും പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളല്ല, ഏതെങ്കിലും സംവിധാനത്തിന് എഴുതപ്പെട്ട നിയമാവലിയല്ല, ഏതെങ്കിലും ഒരു കോടതിയുടെ വിധി ന്യായ പകർപ്പുകളൊന്നുമല്ല. സുവിശേഷം എന്നുള്ളത് വ്യക്തികേന്ദ്രമാണ്. ആ വ്യക്തി മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. സുവിശേഷത്തിന് നല്ലൊരു ഡെഫിനിഷൻ നമുക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത് പൗലോസാണ്. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. യേശു
തന്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക, അർത്ഥാൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. കാലം ഒരു വല്ലാത്ത ഗതികേടിലേക്ക് പോകുമ്പോൾ മാനവകുലത്തിന് രക്ഷ പ്രാപിക്കാൻ ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന, ഉദ്ധാരണങ്ങൾ നൽകുന്ന സുവിശേഷം, ആ സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളത്. അതാണ് നമ്മൾ ആദ്യമേ ചിന്തിച്ചത്. ഗലീല കടപ്പുറമാകട്ടെ, അവിടെ തൊഴിൽ ചെയ്യുന്ന വലിയൊരു ജനമുണ്ട്. ആ മേഖലകളാകട്ടെ, ഇനിയല്ല ആത്മീയ തലങ്ങളിൽ ഭാരപ്പെടുന്നവരാകട്ടെ, ഭവനത്തിന്റെ ഉള്ളറയിൽ നിരാശപ്പെടുന്ന വ്യക്തിയാകട്ടെ, ആരും അറിയാതെ നിർജ്ജന പ്രദേശത്ത് കിടക്കുന്ന വ്യക്തിയാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, ഏത് സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തിയാകട്ടെ, താങ്കൾക്കെല്ലാം സുവിശേഷത്താലുള്ള വിടുതൽ